ഒരു 4-5 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ സ്ഥിരം വിസിറ്റ് ചെയ്യുന്ന 2 സ്ഥലങ്ങളാണ്. ഒന്ന് പാളയം, ഒന്ന് ഈസ്റ്റ് ഫോർട്ട്. ഒന്നാമത്തെ കാര്യം പഠിക്കുന്ന കോളേജ് പാളയത്തിനടുത്ത് തന്നെ ആയതുകൊണ്ട് പാളയം ഇറങ്ങി മ്യൂസിയത്തിൽ നിന്നിട്ട് വേണം അടുത്ത ബസ് പിടിക്കാൻ. അപ്പോൾ അതിനിടയ്ക്ക് കണ്ണുടക്കുന്ന ചില കമ്മലുകളുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് അതൊക്കെ നോക്കി 10 രൂപ 20 രൂപയ്ക്കൊക്കെ അത് വാങ്ങുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം. അങ്ങനെ ഇന്നും പാളയത്ത് ഞാൻ പഠിച്ച സെയിം കോളേജിലേക്ക് പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നേ. അപ്പോൾ അതിന് പോയ വഴിക്ക് ദേ വാങ്ങിയതാണ് ഈ കമ്മലുകൾ. എല്ലാം കൂടി 80 രൂപയ്ക്ക് ഞാൻ വാങ്ങി. പിന്നെ കൃത്യം പറയുകയാണെങ്കിൽ അങ്ങോട്ട് പോയപ്പോൾ 80, എനിക്ക് തോന്നുന്നു തിരിച്ചു വന്നപ്പോൾ 50. അങ്ങനെ ഒരു 130 രൂപയ്ക്ക് ഞാൻ കമ്മൽ വാങ്ങിയായിരുന്നേ. കാരണം എന്ന് വെച്ചാൽ ഇനി പാളയത്തോട്ട് ഈയിടെ ഒന്നും പോകത്തില്ല. അപ്പോൾ ഇത്രയും റേറ്റ് കുറവിനൊന്നും വേറെ കമ്മൽ കിട്ടാനും ചാൻസ് ഇല്ല. 10 രൂപ 20 രൂപ എല്ലാം ആ റേഞ്ച് ആയിരുന്നു കേട്ടോ. പക്ഷെ എനിക്കതങ്ങ് ഇഷ്ടപ്പെടുകയും ചെയ്യും. അങ്ങനെ ഞാൻ നോക്കി വാങ്ങിയ സാധനം മീൻസ് എനിക്ക് വെറൈറ്റി ആയിട്ട് തോന്നുന്ന ഡിസൈൻസ് ആയിരിക്കും വാങ്ങുന്നത്. ഈ കാത് മുകളിലോട്ട് കുത്തിയിരിക്കുന്നതുകൊണ്ട് ജിമിക്കൊന്നും എനിക്കധികം അങ്ങോട്ട് സെറ്റ് ആവും. ഒരേ ഡിസൈനിൽ തന്നെ 2 കമ്മൽ ഞാൻ ഇന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നേ. ഒന്ന് ചെറുതും ഒന്ന് ഇച്ചിരി വലുതുമായിരുന്നു. പക്ഷെ അത് ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. രണ്ടും കൂടെ ഇങ്ങനെ ചേരുന്ന പോലെ തോന്നിയില്ല. പിന്നെ ദേ ഇതുപോലെ ഈ വെക്കുന്നത് അവിടെ ഞാൻ മീൻസ് കാത് കുത്തിയിട്ടില്ല. അപ്പോൾ ഈ റിങ് ടൈപ്പ് ആയതുകൊണ്ട് എനിക്കൊരു ആഗ്രഹം തോന്നി, കൊള്ളാമെങ്കിൽ നമുക്ക് ഇനി കാത് കുത്താലോ എന്ന് വിചാരിച്ചിട്ട്. കുത്തൊന്നും ഇല്ല കേട്ടോ. പിന്നെ എൻ്റെ സ്വഭാവം വെച്ചിട്ട് ഇനി കുത്തോ ഒന്നും പറയാൻ പറ്റത്തില്ല. അപ്പോൾ എന്തായാലും ഞാൻ ഇതൊക്കെ വെച്ച് പിന്നെ മേക്കാതിലൊന്നും ഞാനധികം കമ്മൽ ഇടാറില്ല. ജസ്റ്റ് ഒരു കമ്മലൊക്കെ ഇടാറുള്ളൂ കേട്ടോ. ടൈം കിട്ടാറില്ലല്ലോ. പിന്നെ ഇങ്ങനെ ഇരുന്ന് ചില ദിവസം വട്ടൊക്കെ എടുക്കുമ്പോഴത്തേക്കും ഓരോ കമ്മലൊക്കെ ഇങ്ങനെ മാറി മാറി ട്രൈ ചെയ്ത് നോക്കും. അപ്പോൾ അതും ഒരു സന്തോഷം. എവിടെയെങ്കിലുമൊൊക്കെ പോകുമ്പോഴത്തേനും അവിടെ നിന്ന് നമുക്ക് ഇഷ്ടപ്പെടുന്ന വെറൈറ്റി ആയിട്ടുള്ള ഒരു കളക്ഷനൊക്കെ വാങ്ങിച്ച് സൂക്ഷിച്ച് വച്ചാൽ മാത്രം അടിപൊളിയായി. പിന്നെയെന്ന് വെച്ചാൽ ചില ഡ്രസ്സ് എടുക്കുമ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലേ, ആ ഒരു കളർ ഷെയ്ഡ് തപ്പി നടക്കുമ്പോൾ അന്ന് അതൊന്നും കിട്ടത്തേയില്ല. അതുകൊണ്ട് എനിക്കിപ്പോൾ മനസ്സിന് ഇഷ്ടപ്പെടുന്ന ഷെയ്ഡ് കളറൊക്കെ കാണുകയാണെങ്കിൽ ഞാൻ അതങ്ങ് വാങ്ങി വെക്കും. പിന്നീടായാലും ഉപയോഗിക്കാമല്ലോ. നമുക്ക് ജിമിക്ക് വാങ്ങൊക്കെ വരുമ്പോഴത്തേനും എനിക്ക് കുറച്ചുകൂടെ കംഫർട്ടായിട്ട് ഇടാൻ പറ്റുന്നത്. ആൻഡ് വേറെ അതായത് നോർമൽ ജിമിക്ക് ഞാൻ വാങ്ങാത്തതിൻ്റെ കാരണം എന്ന് വെച്ചാൽ അത് എൻ്റെ കാത് കുത്തിയിരിക്കുന്നത് നിങ്ങൾ കണ്ടോ, കുറച്ച് മുകളിലോട്ടാണ്. അപ്പോൾ ഈ കമ്മലൊക്കെ ഇടുമ്പോഴത്തേനും ഒരു ഭംഗി കാണത്തില്ല. ജിമിക്ക് എല്ലാം കൂടെ മുകളിലോട്ട് നോക്കിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ഞാൻ പൊതുവേ വാങ്ങാറില്ല. പക്ഷേ ഈ ഒരു പാറ്റേൺ എനിക്കങ്ങ് ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇതിനിടയ്ക്ക് എൻ്റെ അമ്പാടിക്കണ്ണം കണ്ടോ, ഒരു മുണ്ടൊക്കെ കൊടുത്ത് വലിയ ഗണ്ട ചെറുക്കനായെന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ട് നിൽക്കുവാണ്. അപ്പോൾ ഇത് ഞാൻ വാങ്ങിയ അടുത്ത ജിമിക്കാണ്. പക്ഷേ ഇതിൻ്റെ പ്രശ്നം കാണാൻ നല്ല അടിപൊളിയായിട്ടുണ്ട്. എൻ്റെ കാതിൽ ഇത് ഇടുമ്പോഴത്തേനും ഇതാണ് അവസ്ഥ. അതായത് താഴോട്ട് ആ ഒരു തുഞ്ചലം ഇങ്ങനെ ഒരു ഭംഗിക്ക് കിടക്കത്തില്ല. കാതിങ്ങനെ മുകളിൽ കുത്തിയിരിക്കുന്നുണ്ട്. പക്ഷേ എനിക്കതങ്ങ് ഇഷ്ടപ്പെട്ടുകൊണ്ട് ഞാൻ എടുത്തതാണ്. ഈ ജിമിക്കിക്ക് 2-നും 20 രൂപയായിരുന്നു കേട്ടോ. അപ്പം ബാക്കി കമ്മൽ, അതായത് ചുമന്ന കമ്മലും ആ റൗണ്ടൊക്കെ വരുന്ന അങ്ങനത്തെ കമ്മലിനെല്ലാം 10 രൂപയാണ്. ഇതൊക്കെ 10 രൂപയുടെ കമ്മലാണ്. ഇതൊക്കെ എനിക്ക് വെറൈറ്റി ആയിട്ട് തോന്നുന്ന ഡിസൈൻസാണ്. നമ്മൾ ഈ സാരിയൊക്കെ ഉടുക്കുന്ന സമയത്തും അതുപോലെ തന്നെ കോളറൊക്കെ ഉള്ള ചുരിദാറൊക്കെ ഇടുമ്പോൾ നല്ല ഭംഗിയായിരിക്കും രണ്ടും. പിന്നെ ഇതെല്ലാം കൂടി ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ എനിക്ക് വേറൊരു ഐഡിയ തോന്നി. അതായത് ആ ചുവന്ന കമ്മലില്ലേ, അതിൻ്റെ കൂടെയുള്ള കമ്മലിനെ എടുത്ത് ഞാൻ മൂക്കുത്തിയായിട്ട് ഇട്ട് നോക്കി. എങ്ങനെയുണ്ട്, കൊള്ളാവോ? ഇനി എന്തായാലും ഓണം അടുപ്പിച്ചൊരു പോക്കും കൂടെ ഉണ്ട്. ടാറ്റാ ബൈ.